സ്പോട്ട് ലൈവ് തുടരുന്നു. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഗംഗാവലി നദിയിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തുന്നത്. നാവികസേനയും NDRF സംഘവും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. KV ബൈജുവിലേക്ക് ഷിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള വെല്ലുവിളികളുണ്ട് ഈ തെരച്ചിൽ സംഘത്തെ സംബന്ധിച്ച്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി മരങ്ങൾ ഉൾപ്പെടെ ഈ പുഴയിൽ കിടക്കുന്നതാണ്. ഇത് മാറ്റാൻ വേണ്ടി ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികൾ എങ്ങനെയാണ്? മാത്രമല്ല, ഈ ഈശ്വർ മൽപ്പയുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. നേരത്തെ ജിതിൻ, അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു ഈശ്വർ മൽപ്പയുമായി സംസാരിച്ചു, പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് പങ്കുവച്ചതെന്ന്. എങ്ങനെയാണ് ഈശ്വർ മൽപ്പെ ഈ വിഷയത്തെ, ഈ തെരച്ചിലിനെ കാണുന്നത്? ഒരു അർജുനെ കണ്ടെത്താൻ, അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈശ്വർ മൽപ്പെ, നമ്മൾ രാവിലെ ഈശ്വർ മൽപ്പയുമായി സംസാരിച്ചതാണ്. അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കിട്ടിയ ലോറിയുടെ ഭാഗങ്ങൾ, അതായത് അർജുൻ്റെ ലോറിയുടെ അതേ ഭാഗങ്ങൾ, അത് ലോറി ഉടമയും സ്ഥിരീകരിച്ചിരുന്നു. ആ ഭാഗങ്ങൾ കണ്ടെത്തിയോടുകൂടി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം 28 ദിവസത്തിന് ശേഷം നടത്തിയ തെരച്ചിലാണ് ആദ്യമായി ലോറിയുടെ ഒരു ഭാഗങ്ങൾ ശിരൂർ ഇത്തരത്തിൽ ഈ പുഴയിൽ നിന്നും ലഭിക്കുന്ന, ഗംഗാവലി പുഴയിൽ നിന്നും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ വലിയ പ്രതീക്ഷയോടെ കണ്ടത്. പക്ഷേ രാവിലെ തന്നെ ഈ ജില്ലാ കളക്ടർ ഇതിൽ ഇടപെട്ട് 8 മണിക്കാണ് തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ജില്ലാ കളക്ടർ ഇടപെട്ട് 10 മണിക്ക് വരെ ഇത് മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ എത്തിയതിനു ശേഷം മാത്രം തെരച്ചിൽ നടത്തിയാൽ മതി എന്നൊരു നിർദ്ദേശം നൽകിയുണ്ടായി. പക്ഷേ പിന്നീട് അവർ എത്താത്തതുകൊണ്ട് ആ നിർദ്ദേശം കാത്തിരിക്കാതെ തന്നെ മൽപ്പെ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും മൽപ്പ പലതവണ ഈ ആഴങ്ങളിലേക്ക്, പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഉച്ചവരെ, ഈ സമയം വരെ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും ലോറിയുടെ വസ്തുക്കളൊന്നും തന്നെ ലഭിച്ചില്ല. ഇതിൽ ഏറ്റവും നിർണായകമായത് രാവിലെ ഈ ഡീസലിന്റെ അംശം ഈ പ്രദേശത്ത് കണ്ടതാണ്. ഈ പുഴയുടെ ആ ഒരു വശത്തായി ഇത്തരത്തിൽ ഡീസൽ മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഇടം കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും പരിശോധന നടത്തിയത്. നേവിയും അത്തരത്തിൽ 2 മുങ്ങൽ വിദഗ്ധന്മാരെ ഇന്ന് ഒരുക്കിയിരുന്നു. അവരും ഇതേ സ്ഥലത്ത്, അതായത് 4 മുങ്ങൽ വിദഗ്ധരാണ് ഇന്നത്തെ തെരച്ചിൽ നടത്തിയത്. പക്ഷേ ഈ സമയം വരെ ലോറിയുടെ എന്തെങ്കിലും വസ്തുക്കൾ ഇന്നത്തെ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല. AK അഷ്റഫ് ഉൾപ്പെടെ പറഞ്ഞത് ഇന്ന് വൈകിട്ട് വരെ തെരച്ചിൽ തുടരും. അതിനിടയിൽ തന്നെ മറ്റ് സംവിധാനങ്ങൾ, അതായത് നാളേക്ക് ഇന്ന് ഏതെങ്കിലും തെരച്ചിലിൽ അത്തരത്തിലുള്ള വസ്തുക്കളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നാളെ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്താനുള്ള ഒരു മാർഗമാണ് സ്വീകരിക്കുന്നത്. അതിനാണ് ഗോവയിൽ നിന്നുള്ള ഈ യന്ത്രം കൊണ്ടുവരുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ കൊങ്കൺ റെയിൽ ഉള്ളതുകൊണ്ട് തന്നെ റോഡ് മാർഗം കൊണ്ടുവരാൻ അത് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് കടൽ മാർഗം എങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെയാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. അത് വളരെ പെട്ടെന്ന് മറ്റന്നാളോടുകൂടി തന്നെ ഇവിടെ എത്തിക്കാനാണ് ആലോചന നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ മൺതിട്ടകളൊക്കെ നീക്കം ചെയ്യാൻ സാധിക്കും. മൺതിട്ടകൾ നീക്കം ചെയ്താൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അപകടപ്പെട്ടിട്ടുണ്ടോ, അതല്ല ഈ ലോറി അവിടെ തന്നെ ഉണ്ടോ, ലോറി ഏത് രീതിയിലാണുള്ളത്, എത്രത്തോളം ചെളിയുണ്ടോ, അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള തെരച്ചിലായിരിക്കും നടക്കുക. ഏതായാലും ഇന്നത്തെ തെരച്ചിലിൽ ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ദുഷ്കരമാണ് തെരച്ചിൽ എന്നത് വാസ്തവമാണ്. നമ്മൾ ആ പുഴയിൽ രാവിലെ മനസ്സിലാക്കേണ്ടത് ആ ഒരു കുടുംബത്തിന്റെ, അർജുന്റെ കുടുംബത്തിന്റെ പ്രയാസമാണ്. 1 മാസത്തോളമായി അർജുന് വേണ്ടി കാത്തിരിക്കുന്നവർ, അവസാനമായി അർജുന ഒന്ന് ഒരു നോക്ക് കാണണം എന്ന ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബം. അതോടൊപ്പം ആ ലോറി ഉടമ മനാഫ്, അവർ ഈ 1 മാസമായി ഇവിടെ തന്നെ തുടരുകയാണോ, ഷിരൂരിൽ തന്നെ തുടരുകയാണോ? അതിനിടെ നമുക്ക് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായി, ചില അലംഭാവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം എങ്ങനെയാണ്? തീർച്ചയായും ടോമേ, തുടക്കം മുതൽ തന്നെ കർണാടക സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് കുടുംബം ഉന്നയിച്ചത്. അത് പ്രത്യേകിച്ച് കർണാടക സർക്കാരല്ല, ജില്ലാ ഭരണകൂടമാണ്, ഈ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമാണ്. അവർ ഈ കാര്യത്തിൽ വലിയ തോതിൽ അലംഭാവം ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം ഇന്ന് പോലും ഈ 8 മണിക്ക് തുടങ്ങേണ്ട രക്ഷാദൗത്യം വൈകിപ്പിച്ചത് ജില്ലാ കലക്ടറുടെ ഇടപെടലാണ്. ഇന്നലെ നേവി തിരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും നേവിക്ക് അതിനുള്ള അനുമതി ജില്ലാ കലക്ടർ നൽകിയിരുന്നില്ല. അങ്ങനെ ഇന്നലത്തെ തിരച്ചിൽ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. വൈകിട്ട്
ഈ മൽപ്പെ അനുമതിയില്ലാതെ ആ കലക്ടറുടെ ഇടപെടൽ അനുമതിയില്ലാതെയാണ് തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഇടപെടലുകൾ അത് ഈ തെരച്ചിലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഏതായാലും കർണാടക സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന് വേണം MLAയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ. കാരണം ഗോവയിൽ നിന്നുൾപ്പെടെ അത്തരത്തിലുള്ള യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്താൻ വരും ദിവസങ്ങളിൽ ആലോചിക്കുന്നത് തന്നെ അതിന്റെ ഭാഗമാണ്. ഏതായാലും തിരച്ചിൽ ഊർജിതമായി നടക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വരുന്നില്ല എന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് ശിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. KV ബൈജു തുടക്കം മുതൽ ശിരൂരിൽ നിന്നും ഈ അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സംഘത്തിലുള്ള വ്യക്തിയാണ്. കൃത്യമായി ഇതിന്റെ ദുരിതങ്ങൾ ഈ കുടുംബം അനുഭവിക്കുന്ന രക്ഷാപ്രവർത്തകർ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടക്കം കൃത്യമായി അറിയാവുന്നൊരു മാധ്യമപ്രവർത്തകനാണ് KV ബൈജു. ഇതുപോലെ നിരവധി മാധ്യമപ്രവർത്തകർ, കേരളത്തിൽ നിന്ന് നിരവധി മാധ്യമപ്രവർത്തകരുടെ തുടർച്ചയായിട്ടുള്ള ഇടപെടലാണ് അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാനുള്ള ഒരു നീക്കം പോലും ഉണ്ടായത്. കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും നമ്മുടെ അധികാരികളുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഉചിതമായൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ കൂടുതൽ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകട്ടെ.